ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കോൺ നമുക്ക് ഫ്രൈ പോലെ ചെയ്തെടുക്കാമെന്നാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നത് ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ജസ്റ്റ് ഉപ്പിട്ടിട്ട് ആദ്യം ഞാനൊന്ന് വേവിച്ചു. ഇത് ഭയങ്കര സിമ്പിളാണ്, ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ വേവിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും എടുക്കാൻ കിട്ടിയില്ല. പിന്നെ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല എളുപ്പ വഴിയാണെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് അതിൻ്റെ മുകളിൽ മല്ലിയില ഇട്ടു കേട്ടോ. വളരെ കുറച്ചേ ഇട്ടുള്ളൂ, കാരണം കൂടുതലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫുള്ള് മല്ലിയിലയുടെ ഒരു ഇത് വരണ്ട വിചാരിച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ആഡ് ചെയ്യാം, സവോള ആഡ് ചെയ്യാം, കുക്കുംബർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നെ എളുപ്പപ്പണിക്ക് ഇത് മാത്രമേ ആഡ് ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി ഉപ്പിലിട്ട് വേവിച്ചത് കാരണം ഞാൻ വീണ്ടും ഉപ്പിട്ടില്ല. കുറച്ച് മുളക് പൊടി മാത്രമേ ഇട്ടുള്ളൂ, കാരണം അത്യാവശ്യം ഉപ്പ് ഉണ്ടായിരുന്നു. പിന്നെ മുളക് പൊടി ഇട്ടു, കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചാട്ട് മസാല ഇടാം, അല്ലെങ്കിൽ മാഗി മസാല പോലത്തുള്ള മസാല ഇടാം, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ബട്ടർ ആഡ് ചെയ്യാം വേണമെങ്കിൽ, അതും നല്ല ടേസ്റ്റ് കേട്ടോ ബട്ടർ ആഡ് ചെയ്യുന്നത്. കാരണം ഞാൻ കഴിച്ചിട്ടുണ്ട് ബട്ടർ ആഡ് ചെയ്തിട്ടുള്ളത്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഇത് കഴിക്കുക വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.